ഓക്കെ, നമുക്ക് ഇനി വരുന്നൊരു സെഷനാണ് ഷീറ്റ് മെറ്റൽ എന്ന് പറയും കേട്ടോ. ഇതും അതും പാർട്ട് ഡിസൈൻ തന്നെയാണ്. പാർട്ട് ഡിസൈനകത്ത് ഷീറ്റ് മെറ്റൽ ഇത്ര നമ്മൾ നേരത്തെ നമ്മൾ സോളിഡ് മോഡലിംഗ് ആയിരുന്നു. ഇനി നമ്മൾ ഷീറ്റ് മെറ്റൽ മോഡലിംഗിനേക്ക് എന്താ പോകുന്നത്. ഈ ഷീറ്റ് മെറ്റൽ മോഡലിങ്ങിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നോർമൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷൻസ്, ഷീറ്റ് മെറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇല്ലേ. കേൾക്കുന്നില്ലേ ഡെൽറ്റ? ഹലോ. ആ ഓക്കെ. ആ, ഈ ഷീറ്റ് മെറ്റൽ കൊണ്ട് ഡിസൈൻ ചെയ്യുന്നില്ലേ, അതിന്റെ മോഡലിങ്. ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ, മൈക്ക് ഓൺ ചെയ്തു, മൈക്ക് ഓൺ ചെയ്തു, റിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ എനിക്കൊരു എനിക്ക് എനിക്ക് ആളുണ്ടോ ഇല്ലോ എന്നൊരു കൺഫ്യൂഷനോ, എനിക്കൊരു ഫ്ലോ കിട്ടില്ല. മറ്റേ വീഡിയോ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് പോകും, കട്ടായി പോകും. അല്ല എനിക്കുണ്ട്, പക്ഷെ അത് ഭയങ്കര വീക്കാ. വീട്ടിലാ, ഇന്ന് വീട്ടിലാണേ. ഓക്കെ ബാ. അപ്പോ നമുക്ക് ഈ ഒരു ഷീറ്റ് മെറ്റൽ മോഡലിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. നോക്കിയാൽ ഷീറ്റ് മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എല്ലാം ടൂളും ഇനാക്റ്റീവാ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു നമ്മൾ സാധാരണ ഒരു സോളിഡ് ഷേപ്പ് തന്നെ, നമ്മൾ ഒരു സോളിഡ് ഒരു ഫസ്റ്റ് എക്സ്ട്രൂഡോ റിവോൾവോ സ്വീപ്പോ ലോഫ്റ്റോ വെച്ച് നമ്മൾ ഒരു ജോമെട്രി ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ആ, അതേപോലെ ഷീറ്റ് മെറ്റലിനകത്ത് നമ്മളൊരു ബേസ് ഷീറ്റ് ഉണ്ടാക്കണം. ആ ഷീറ്റിനെ നമ്മൾ ഒന്ന് ബെൻഡ് ചെയ്തോ ആ, അല്ലെങ്കിൽ എഡ്ജ് ക്രിയേറ്റ് ചെയ്തോ നമ്മൾ ഓരോരോ പുതിയ പുതിയ ജോമെട്രി ഉണ്ടാക്കുവാണ് ഷീറ്റ് മെറ്റലിനകത്ത് ചെയ്യുന്നത്. ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ അല്ലേ? ആ, അത് തന്നെ. ഇപ്പൊ നമ്മുടെ ഒരു ഉം, ഈ സാധാരണ ഉള്ള അലമാരകളില്ലേ, മെറ്റൽ അലമാരകള്, ഇപ്പം സി പി യുവിന്റെ ബാക്ക് സൈഡ്, ഇപ്പൊ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ കവറ്, നമ്മൾ അങ്ങനെ ചുറ്റും നോക്കിയാൽ കുറെ ഷീറ്റ് മെറ്റൽ ജോമെട്രീസ് കാണാം. ഹാൻഡ് റെയിലുകള്, ഉം, എല്ലാ കാറിന്റെയും ഒക്കെ ഔട്ടർ ബോഡി, വെഹിക്കിൾസിന്റെ ഔട്ടർ ബോഡി, അതൊക്കെ ഷീറ്റ് മെറ്റലാ. ഓക്കെ. അപ്പൊ ഷീറ്റ് മെറ്റൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നേരത്തെ പോലെ തന്നെ നമ്മൾ പോയി ഒരു ഫ്രണ്ട് പ്ലെയിൻ പോയി സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് ഫുള്ളി ഡിഫൈൻ ആക്കുവാണേ. ഓക്കെ, ഇത് നമ്മുടെ ഒരു ബേസ് ഷീറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ബേസ് ഫ്ലാഞ്ചിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്കെച്ചിനെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഷീറ്റ് മെറ്റലിന്റെ ഒരു തിക്നെസ്സും പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഒരു 0.5 mm തിക്നെസ് ഉള്ള ഷീറ്റ് മെറ്റൽ ആണെങ്കിൽ ഒരു 0.5 എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവിടെ കെ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു വാല്യൂ ഉണ്ട്. ആ കെ ഫാക്ടറിന്റെ വാല്യൂ കൂടെ പറഞ്ഞു കൊടുക്കണം, എന്നാൽ മാത്രമാണ് ഷീറ്റ് മെറ്റൽ ഡിഫൈൻ ആവുള്ളൂ. കെ ഫാക്ടർ എന്ന് പറയുന്നത് ആ കെ ഫാക്ടറിന്റെ വാല്യൂ അനുസരിച്ചാണ് ഷീറ്റ് മെറ്റൽ ബെൻഡ് ആവുന്ന, എത്രത്തോളം ബെൻഡ് ആവും എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ബെൻഡ് അലവൻസ് എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഒരു ബെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഡിയസ് ക്രിയേറ്റ് ചെയ്യും. ആ റേഡിയസിന്റെ വാല്യൂ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ പോർഷനെ ഒന്ന് പിടിച്ച് ബെൻഡ് ചെയ്യുന്നിരിക്കട്ടെ. ബെൻഡ് ചെയ്യാൻ വേണ്ടി പല രീതി ബെൻഡ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിലെ ഒരു സ്കെച്ച്ഡ് ബെൻഡ് എന്ന് പറഞ്ഞൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. നോക്കി, അപ്പൊ ഇവിടെ ഒരു റേഡിയസ് ഉണ്ടാവുന്നത് കണ്ടോ. ആ റേഡിയസ് ഉണ്ടാകുമ്പം അതിന്റെ ഒരു നോമിനൽ ലെങ്ത്തിൽ നിന്ന് കുറച്ച് ലെങ്ത് കൂടും. ആ ഷീറ്റ് മെറ്റലിന്റെ കുറച്ച് ലെങ്ത് കൂടും. ആ ലെങ്ത് കൂടുന്നതിന് നമ്മൾ ബെൻഡ് അലവൻസ് എന്ന് പറയും. ആ ബെൻഡ് അലവൻസിന് ഒരു ഫോർമുലയുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. ആ ഫോർമുലയിൽ വരുന്ന ഒരു ടേം ആണ് കെ ഫാക്ടർ. ഓക്കെ. ഓക്കെ, ഞാനിപ്പം
ബേസ് ഫ്ലാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേ, ബേസ് ഫ്ലാഞ്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു ബെൻഡ് എലമെന്റ്സ് പറഞ്ഞു, അല്ല ഒരു കെ ഫാക്ടർ പറഞ്ഞു കൊടുത്ത് ഒരു ബേസ് ഫ്ലാഞ്ച് ക്രിയേറ്റ് ചെയ്തപ്പം ബാക്കിയുള്ള ടൂൾസ് ഒക്കെ ആക്ടിവേറ്റ് ആയി. ഉം, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഫീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സോളിഡിനകത്ത് ഒരു ബേസ് ഫീച്ചർ എന്ന് പറയുന്ന പോലെ ഷീറ്റ് മെറ്റലിന്റെ അകത്ത് ഒരു ബേസ് ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് ബേസ് ഫ്ലാഞ്ച്. ഓക്കെ. ഇനി അതുപോലെ തന്നെ വേറൊന്നാണ് കൺവേർട്ട് ടു ഷീറ്റ് മെറ്റൽ എന്ന് പറയും. ഞാൻ പുതിയൊരു ഡ്രോയിങ് എടുക്കുകയാണ്, പുതിയൊരു പാർട്ട് ഡിസൈൻ എടുത്തു, അവിടെ ഷീറ്റ് മെറ്റലിനകത്തേക്ക് പോയി നോക്കി, അവിടെ ഇതൊന്നും ആക്റ്റീവ് അല്ല. ഞാൻ നമ്മുടെ ഒരു വെറുതെ ഒരു സിലിണ്ടർ, വെറുതെ ഒരു സ്പിയർ വരയ്ക്കുക, വെറുതെ ഒരു ക്യൂബ് വരയ്ക്കുക. ഇത് ഞാനൊരു 3D ആക്കുവാണേ. 3D ആക്കി ഇവിടെ ഒരു ഷെല്ലും കൂടെ കൊടുത്തേക്കുക. ഒരു തിക്നെസ് ഒരു 1.5 mm ഉള്ള ഒരു ഷെല്ലും കൂടെ കൊടുത്തു. അപ്പൊ ഇത് ഇങ്ങനെയായല്ലോ. ഷെല്ല് ടൂൾ കൊടുത്തു, ഷെൽ ടൂള്. നമ്മൾ പഠിച്ചിട്ടുള്ള ഷെല്ലെന്ന് വെച്ചാൽ ഒരു ഹോളോ ആക്കുവാ ചെയ്യുന്നത്. നോക്കി, ഇപ്പൊ ഇത് ഇങ്ങനെയല്ലേ. ആ ആ നമ്മൾ പഠിച്ചിട്ടില്ല. ടൂൾസ് എല്ലാ ടൂൾസും ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാ ടൂൾസും പ്രാക്ടീസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല, മറന്നു പോകും. എനിക്ക് ഇപ്പൊ അങ്ങനെ ഷെല്ല് കൊടുത്ത് അത് 1.5 mm തിക്നെസ് ആയി മൊത്തത്തില്. നമുക്ക് നോക്കി അറിയാം, എല്ലായിടത്തും ഈ ഒരു തിക്നെസ് 1.5 mm തിക്നെസ് കിടക്കുന്നത് കണ്ടാ. ഓക്കെ. അപ്പൊ കറന്റ്ലി ഇതൊരു ഷീറ്റ് മെറ്റൽ അല്ല. നമുക്ക് ഷീറ്റ് മെറ്റലിനകത്ത് കൺവേർട്ട് ടു ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. കൺവേർട്ട് ടു ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് ഷീറ്റ് മെറ്റൽ ആക്കി മാറ്റാം. അതിന് കൺവേർട്ട് ടു ഷീറ്റ് മെറ്റൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഷീറ്റ് മെറ്റൽ തിക്നെസ് പറഞ്ഞു കൊടുത്തു, കെ ഫാക്ടർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവിടെ ഇവര് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഫസ്റ്റിലെ ചോദിക്കുന്നത് ഒന്ന് ബേസാ. നോക്കിയേ, ഫിക്സ്ഡ് എൻറ്റിറ്റി ആയിട്ട് ഞാൻ ദി ഫേസ് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത് വെക്കുന്നത് ബെൻഡ് എഡ്ജസ് ആയിട്ട് ഞാൻ ദി എഡ്ജ്. ഇതപ്പം നോക്കിയേ, അവിടെ ഒരു ബെൻഡ് ക്രിയേറ്റ് ആയി കണ്ട. അടുത്തത് ദി എൻഡ്. ഇപ്പൊ 3 ബെൻഡ് ക്രിയേറ്റ് ആയി. അതിനൊപ്പം തന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്മാർട്ട് ആയിട്ട് ഒരു ഫീച്ചർ അവർ റീഡ് ചെയ്ത് കണ്ടോ, റിപ്പ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ കാണുന്ന എഡ്ജുകളാ, അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഓട്ടോമാറ്റിക് എടുത്തേക്കുക. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം, കോർണറിന്റെ ഗ്യാപ്പിന്റെ വാല്യൂ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ബൈ ഡിഫോൾട്ട് വാല്യൂ ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് അനുസരിച്ചുള്ള ഡിഫോൾട്ട് വാല്യൂ അവർ എടുത്തു. ഞാൻ ഇവിടെ പോയിട്ട് എഡ്ജ്, അടുത്ത എഡ്ജ് ആയിട്ട്, അടുത്ത ബെൻഡ് എഡ്ജ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുത്തു. അപ്പൊ നോക്കിയത് ഇവിടെ ഒരു റിപ്പ് എഡ്ജ് വന്നു, ഇവിടെ ഒരു റിപ്പ് എഡ്ജ് വന്നു. ഒന്ന് ഓക്കെ കൊടുത്തു നമുക്ക് കാണാം, അതിപ്പോ ഒരു ഷീറ്റ് മെറ്റലായി മാറി. ഉണ്ടോ, അതിപ്പോ ഒരു ഷീറ്റ് മെറ്റൽ. ഷീറ്റ് മെറ്റൽ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കാം. ബാക്കിയുള്ള ടൂൾസ് എല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഫോൾഡ്, അൺഫോൾഡ്, ഫ്ലാറ്റൺ എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അൺഫോൾഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഫിക്സ്ഡ് ഫേസ് ആയിട്ട് ഞാൻ ദി ഫേസ് കൊടുത്ത് ബെൻഡ് ടു അൺഫോൾഡ്, ഏതൊക്കെ ബെൻഡിനെ അൺഫോൾഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. കളക്ട് ഓൾ ബെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോമെട്രിക്കകത്ത് എത്രയൊക്കെ ബെൻഡ് ഉണ്ടോ ആ ബെൻഡ് എല്ലാം സെലക്ട് ആയിക്കോളും. ഇവിടെ 4 ബെൻഡാ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട്, 4 ബെൻഡാ. 1 2, അതേപോലെ അപ്പുറത്ത് 3 4, ഈ 3 4, ആ 4 ബെൻഡും സെലക്ട് ആയി. ഓക്കെ, നോക്കി അൺബെൻഡ് ആയത് കണ്ടോ, അൺഫോൾഡ് ആയത് കണ്ടോ. ഇങ്ങനെ ഒരു ഷീറ്റ് മെറ്റലിനെ ഈ പോർഷനിൽ നിന്നൊക്കെ കട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെ ഒരു നേരത്തെ കണ്ട ഒരു സ്ട്രക്ചറാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഫ്ലാറ്റൻ വ്യൂ എന്ന് പറഞ്ഞൊരു വ്യൂ ഉണ്ട്, അതൊരു വ്യൂ മോഡാണ്. നോക്കി ഇവിടെ എക്സിറ്റ് ഫ്ലാറ്റൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ ഫ്ലാറ്റൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലെങ്ത്തും വിട്ടും ഉള്ള ഒരു ഷീറ്റ് മെറ്റലിൽ നിന്ന്
വേണം ആ പീസ് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കാണിച്ചു തരും. ഇവിടെ കാണിക്കുന്നുണ്ടോ ഈ ഇത്രയും ഉള്ള ഒരു സ്ക്വയറിൽ നിന്ന് ഒരു റെക്ടാംഗിളിൽ നിന്ന് കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് ഈ പറയുന്ന ഷീറ്റ് ഉണ്ടാക്കാൻ, ഈ പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റൻ മോഡിൽ നിന്ന് ഇറങ്ങി വന്നു. തിരിച്ച് ഞാനൊന്ന് ഫോൾഡ് ചെയ്യുവാണേ. നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഷീറ്റ് മെറ്റൽ ആണെങ്കിൽ ഇതേപോലെ അൺഫോൾഡും ഫോൾഡും ചെയ്യാൻ പറ്റണം. ഇനി അത് ഇവിടെ ഫോൾഡ് കൊടുത്തു. ഫോൾഡ് കൊടുക്കാൻ നേരത്ത് ഡിഫോൾട്ട് ഈ ഒരു എഡ്ജ് തന്നെ സെലക്ട് ചെയ്തു. കളക്ട് ഓൾ ബെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബെൻഡുകളും സെലക്ട് ആയി. ഇനി എനിക്ക് വേണ്ട, എനിക്ക് ഈ ബെൻഡ് മാത്രം മതിയെങ്കിൽ ആ ബെൻഡ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ബെൻഡ് മാത്രം എനിക്ക് അൺഫോൾഡ് ചെയ്താൽ മതി. അത് രണ്ടും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ടും അതുപോലെ തന്നെ വെച്ചു. ഇതിനെ രണ്ടും ഫോൾഡ് ചെയ്തു, അൺഫോൾഡ് ചെയ്തു, സോറി ഫോൾഡ് ചെയ്തു. എഡിറ്റ് ഫീച്ചർ ഞാൻ കളക്ട് ഓൾ ബെൻഡ് കൊടുത്തു. ഒന്നും കൂടെ ഓക്കെ കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ടൊന്ന് അൺഫോൾഡ് അൺബെൻഡ് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കുക, നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റ് മെറ്റൽ ആണെങ്കിൽ ഇതേപോലെ ഫോൾഡും അൺഫോൾഡും പ്ലാറ്റനും ചെയ്യാൻ പറ്റണം. പ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളമുള്ള ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്യണം നമുക്ക് കാണിച്ചു തരും. ഫോൾഡും അൺഫോൾഡും അതിന്റെ ഒരു ഷേപ്പ് കാണിച്ചു തരും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഒരു 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 ബെൻഡ് മാത്രം അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഓക്കെ ഓക്കെ അല്ലേ? ഇനി വരുന്ന അടുത്തൊരു ടൂളാണ് നമുക്ക് എഡ്ജ് ഫ്ലാഞ്ച് എന്ന് പറയും. എഡ്ജ് ഫ്ലാഞ്ച് എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ എഡ്ജ് പറഞ്ഞു കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് ഒരു ഫ്ലാഞ്ച് ക്രിയേറ്റ് ആയി. നോക്കിയേ, കണ്ടോ? അതിന്റെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന പാരാമീറ്റേഴ്സ് ഇതൊക്കെയാ. അതിന്റെ ലെങ്ത്, അതിന്റെ പൊസിഷൻ. പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇത് ഇവിടെ കണ്ടോ, മെറ്റീരിയൽ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നടക്കുന്നത്. ഞാൻ മെറ്റീരിയൽ ഇൻസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ, മെറ്റീരിയൽ ഇൻസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു ഡിഫറൻസ് നോക്കിക്കോ കേട്ടോ. നോക്കി, ഇതിന്റെ അകത്തേക്ക് പോയി, ആ ബെൻഡ് ഇതിന്റെ അകത്തേക്ക് പോയണ്ട. മെറ്റീരിയൽ ഔട്ട്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇത് ഈ ബെൻഡ് ഈ എഡ്ജിന്റെ പുറത്ത് മെറ്റീരിയൽ നിൽക്കും. ബെൻഡ് ഔട്ട്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ എഡ്ജിന്റെ പുറത്തേക്ക് ബെൻഡ് നിൽക്കും. കണ്ടോ? അപ്പൊ അതാണ് ഈ ഒരു ഫ്ലാഞ്ച് പൊസിഷൻ. പിന്നെ ഇവിടെ നമുക്ക് പറയുന്നത് ഫ്ലാഞ്ചിന്റെ ലെങ്ത് കൺട്രോൾ ചെയ്യുന്ന ഇവിടെ നിന്ന് ഈ എഡ്ജിൽ നിന്നാണോ ലെങ്ത് പറയുന്നത്, ഈ പോയിന്റ് നിന്നാണോ ലെങ്ത് പറയുന്നത്, അതോ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിൽ നിന്നാണോ ലെങ്ത് പറയുന്നത് നോക്കിയതാ. ഓക്കെ, അപ്പൊ അതാണ് എഡ്ജ് ഫ്ലാഞ്ച്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഹെമ്മ്. ഹെമ്മിനകത്ത് നമുക്കത് ഇപ്പൊ ഹെം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ ഒന്ന് വളച്ചു വെച്ചിട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഹെം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഷീറ്റ്മെന്റ് 1.5 തിക്നെസ് ഉള്ള ഷീറ്റ്മെന്റ് അല്ലേ, സേഫും അല്ല സ്ട്രോങ്ങും അല്ല ഷീറ്റ്മെറ്റലിന്റെ എൻഡ്. ആ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ ഹെമ്മ് കൊടുക്കുന്നത്. ഹെമ്മ് ഇവിടെ ഇത്രയും ടൈപ്പ് ഹെമ്മുണ്ട്. ഒന്ന് ക്ലോസ്ഡ് ഉണ്ട്, പിന്നെ നമുക്കൊരു ഓപ്പൺ ഉണ്ട്. ഇവിടെ കൺട്രോൾ ചെയ്യാവുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ടിയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഷേപ്പ് ഉണ്ട്. ടിയർ ഡ്രോപ്പ് ഇപ്പൊ എടുക്കാത്ത കാര്യം ഈ റേഡിയസ് തീരെ ചെറുതായതുകൊണ്ടാണ്. ആ റേഡിയസിന്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്ത് നമുക്ക് മനസ്സിലാവും. കണ്ടോ? ഇവിടെ കൺട്രോൾ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആംഗിളും ലെങ്ത്തും ആണ്. പിന്നെ നമുക്ക് വരുന്നത് റോൾഡ് എന്ന് പറയുന്നത് സെയിം പാരാമീറ്റേഴ്സ് തന്നെ, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല. ഇതാണ് എഡ്ജ് ഫ്ലാഞ്ച്, ഹെമ്മ്. ഇനി നമുക്കൊന്ന് വരുന്നൊരു ടൂളാണ് മിറ്റർ ഫ്ലാഞ്ച് എന്ന് പറയും. ഈ മിറ്റർ ഫ്ലാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിറ്റർ ഫ്ലാഞ്ച് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരു ഫേസ് പറഞ്ഞു കൊടുക്കണം. ഒരു ഫേസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു സ്കെച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ സ്കെച്ചിനനുസരിച്ച് നമുക്ക് അവിടെ എഡ്ജ് വരും. എഡ്ജ് ഫ്ലാഞ്ചിനകത്ത് വെറുതെ ഒരു സ്ട്രൈറ്റ് എഡ്ജ് അല്ലേ വരുന്നത്, പക്ഷെ മിറ്റർ ഫ്ലാഞ്ചിനകത്ത് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ക്രോസ് സെക്ഷൻ അനുസരിച്ചായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. കണ്ടോ? അതാണ് മിറ്റർ ഫ്ലാഞ്ച്. ഓക്കെ, ഇനി വരുന്നത് ജോഗ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്.
ആ ജോഗ് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഷീറ്റ് മെറ്റൽ തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. എഡ്ജ് ഫ്ലാങ്ക് സെലക്ട് ചെയ്ത് ഇതിനെ ഞാൻ പുറത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. ജോഗിനകത്ത് നമുക്കൊരു ജോഗ് ലൈൻ വേണം. ജോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും ജോഗ് ലൈൻ എവിടെയെന്ന് ചോദിക്കും. ഞാൻ ദേ ഈ ഫേസ് പറഞ്ഞു കൊടുത്തു. ആ ഫേസിൽ ഞാനൊരു ജോഗ് ലൈൻ വരച്ചു കൊടുക്കുവാണ്. ജോഗ് ലൈൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് കൊടുത്തിട്ട് ഒരു ഫിക്സ്ഡ് ഫേസ് ചോദിക്കും. ഫിക്സ്ഡ് ഫേസ് ആയിട്ട് ഈ ഫേസ് പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു സ്റ്റെപ്പ് വരും. കണ്ടോ, ഇതാണ് ജോഗ്. ഇത് ഉള്ള ഷീറ്റിനെ തന്നെ ഒന്ന് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ രണ്ട് ബെൻഡ് കൊടുത്തോ ഒക്കെ വളച്ചെടുക്കുന്നതാണ് മാനുഫാക്ചറിങ് അതിന്റെ പ്രൊസീജിയർ. അതൊക്കെ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ആവശ്യം വരുന്ന ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഓരോ ഇതിൽ ആവശ്യം വരുന്ന. ഓക്കെ. ഇനി നമുക്ക് വരുന്നതാണ് സ്കെച്ച്ഡ് ബെൻഡ് എന്ന് പറയും. സ്കെച്ച്ഡ് ബെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്തു, ഈ ഫേസ് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു സ്കെച്ചിങ്ങിലേക്ക് വന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് കൊടുത്തിട്ട് ഫിക്സഡ് ഫേസ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോക്കി ആ ഒരു ലൈനെ വെച്ച് ബെൻഡ് ചെയ്ത് കണ്ടോ. ഓക്കെ. പിന്നെ വരുന്ന ഒരു സാധനമാണ് ക്രോസ് ബ്രേക്ക് എന്ന് പറയും. ക്രോസ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 3D ആയിട്ടൊന്നും കാണിച്ചു തരില്ല. ഒരു സിമ്പിളാ, ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ കാണിച്ചു തരും ക്രോസ് ബ്രേക്ക് ഉണ്ടെന്നുള്ളത്. ക്രോസ് ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഷീറ്റ് മെറ്റൽ ക്രോസ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ എ സി ഡക്റ്റിലൊക്കെ ഇത് ഇങ്ങനെ ഒരു സാധനം കണ്ടുണ്ടോ? മെയിനായിട്ട് എ സി ഡക്റ്റിൽ നമ്മൾ കാണാറ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത് ക്രോസ് ബ്രേക്ക് ചെയ്തേക്കുന്ന അത് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതിന്റെ ഒരു സിമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ ക്രോസ് ബ്രേക്ക് ഉള്ളത്. ക്രോസ് ബ്രേക്ക് എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഉം. ആ ഒരു ഫേസിൽ ക്രോസ് ബ്രേക്ക് ഉണ്ടെന്നുള്ള ഒരു സിമ്പിൾ കാണിച്ചു തരും, വേറെ ഒന്നുമില്ല. ഇല്ല, കട്ട് പോലെ വരുമൊന്നുമില്ല. ജസ്റ്റ് അങ്ങനെ ഒരു സിമ്പിൾ കാണിക്കും. ഇതിങ്ങനെ ക്രോസ് കാണിച്ചു തരും. അപ്പോൾ അത് ഇതിന് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അവിടെ ക്രോസ് ബ്രേക്ക് ഉള്ളതാണെന്ന് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് വരുന്ന ഒരു ടൂളാണ് ഇവിടെ എക്സ്ട്രൂഡ് കട്ട് ഉണ്ട്, സിമ്പിൾ ഹോൾ ഉണ്ട്. സിമ്പിൾ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഹോൾ വിസാർഡ് യൂസ് ചെയ്യില്ലേ, ആ ഫേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3D ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം, അവിടെ ഒരു ഹോൾ ഇടാം. ഡയമെൻഷൻസ് പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു ഹോൾ ഇടാം. ഓക്കെ. പിന്നെ വരുന്ന എക്സ്ട്രൂഡ് കട്ട് ഉണ്ട്. എക്സ്ട്രൂഡ് കട്ടിൽ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കട്ട് സെക്ഷൻ പറഞ്ഞു കൊടുത്ത് പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് പറഞ്ഞു കൊടുക്കാം. നോർമൽ എക്സ്ട്രൂഡ് കട്ട് നമുക്ക് ഇടാം. പിന്നെ നമുക്ക് വരുന്നത് വെന്റ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. ഈ വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സി പി യുവിന്റെ പുറകിലൊക്കെയുള്ള വെന്റിലേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ചെറിയൊരു എയർ എയർ പോണത് കണ്ടിട്ടില്ലേ. കറക്റ്റ് ആ ഫീച്ചർ പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ നമ്മൾ അതിന്റെ ഒരു റഫ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കൊടുക്കുക വിത്ത് ഡയമെൻഷൻസ്. ഞാൻ ഇപ്പോൾ ഡയമെൻഷൻസ് ഉപയോഗിക്കുന്നില്ല. സെന്ററിലേക്ക് പോയി, സെന്ററിലേക്കല്ല, ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് പാറ്റേൺ ചെയ്യാം. എക്സിറ്റ് വെന്റ് എടുത്ത് ഈ ഒരു എഡ്ജ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അത് ബൗണ്ടറി ആയിട്ട് പറഞ്ഞു കൊടുക്കുക. റിപ്സ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക, ദി എഡ്ജിൽ പറഞ്ഞു കൊടുക്കുക. പാഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക.
അതിന്റെ തിക്നെസ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ പറഞ്ഞു കൊടുത്താൽ നോക്കി ഇവിടെ വെന്റ് വന്നാണ്ട വെന്റിലേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഷീറ്റ് മെറ്റൽ വെന്റ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു സാധനമാണ് ഷീറ്റ് മെറ്റൽ ഗസറ്റ് എന്ന് പറയും. ഷീറ്റ് മെറ്റൽ ഗസറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്രോസ് ബ്രേക്കിന്റെ ഈ ഒരു ജോഗിന്റെ ഹൈറ്റ് ഞാൻ കൂട്ടുവാണേ. ഓക്കെ, ഇപ്പൊ ഈ ഒരു എഡ്ജ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ റിബ് കൊടുക്കൂലേ, റിബ് സെയിം സാധനം ഷീറ്റ് മെറ്റലിന് കൊടുക്കുന്നതാണ് ഗസറ്റ്. ഷീറ്റ് മെറ്റൽ ഗസറ്റ് സെലക്ട് ചെയ്ത് ഞാൻ ദി ഫേസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗസറ്റ് വരും. അതിന്റെ ഈ പോയിന്റിൽ നിന്നുള്ള ലെങ്ത് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാവുന്ന ബാക്കിയുള്ള ഡയമെൻഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗസറ്റ് വന്നുണ്ടോ, ഷീറ്റ് മെറ്റൽ ഗസറ്റ് വന്നുണ്ടോ. അത് റിബിന്റെ അതേ പർപ്പസ് ആണ് ഷീറ്റ് മെറ്റലിൽ ഗസറ്റ് ചെയ്യുന്നത്. ഓക്കെ, കട്ട്, ഹോള്, വെന്റ്, ഇത്രയാണ് നമുക്ക് ഷീറ്റ് മെറ്റലിൽ മെയിൻ ആയിട്ട് വരുന്ന ടൂളുകൾ കേട്ടോ. ഞാൻ ഇത്ര സാധനം ഒന്ന് റെക്കോർഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് അയക്കാം.